അപ്പോൾ ഈ സ്ത്രീ സമൂഹം വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ചുറ്റുപാടുകൾ ഒക്കെ പ്രയാസങ്ങളൊക്കെയുള്ള വരാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് 10 കൊല്ലം മുന്നോട്ട് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്. അവിടെ നിന്ന് ഞാൻ ആഗ്രഹിച്ചു 10ാമത്തെ വാർഷികത്തിന് ഞാനൊരു പ്രഖ്യാപനം നടത്തി. ഒറ്റയൊക്കെ ഞാൻ വാർഷികമൊക്കെ നടത്തണത്. സുമംഗലി കല്യാണ മണ്ഡപത്തിലൊരു വാർഷികം നടത്തി ഞാൻ, 10ാം വാർഷികം. ആ വാർഷികത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയിട്ട് ക്ലാസ് എടുക്കും, ആര് വിളിച്ചാലും എന്നൊരു സമ്പ്രദായം ഞാൻ. പക്ഷെ ആരും എന്നെ വിളിക്കില്ല. അപ്പം ഞാൻ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പോവും, അവിടെയുള്ള ആളുകളായിട്ട് ബന്ധപ്പെടും, ചെറിയ സ്ഥലം ഞാൻ കണ്ടെത്തും, 10ഓ 20ഓ അമ്മമാർ വരും, അന്ന് 15 ദിവസം ഞാൻ ക്ലാസ് എടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ ഒരുപാട് ജില്ലകളിൽ ഈ സേവന പ്രവർത്തനമായിട്ട് പോകുന്നുണ്ട്. 240 ക്ലാസ് ഇങ്ങനെ നടത്തി അമ്മമാർക്ക് കൈത്തൊഴിൽ പറഞ്ഞു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി ഭഗിനി നിവേദിതയെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിനും സേവാ മനസ്ഥിതിയില്ല, സമർപ്പണ ബോധമില്ല. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി ഭഗിനി നിവേദിതയെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഭഗിനി നിവേദിതയോട് പറഞ്ഞത് ഇവർക്കൊക്കെ എന്തെങ്കിലും വിദ്യാഭ്യാസവും തൊഴിലും പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ദേശസ്നേഹവും സമർപ്പണ ബോധവും സേവാ മനോഭാവവും അമ്മമാരിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി വന്നാലേ പുതിയ ജനറേഷനിൽ മക്കളിലൊക്കെ ഈ ഒരു ഇത് വളർന്നു വരികയുള്ളൂ.